മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനും മാർക്കോയും കൂടി അമ്പലത്തിൽ പോയ വിവരം അറിഞ്ഞിട്ട് പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, അവന് അമ്പലത്തിൽ പോയിട്ട് എന്ത് കാണിക്കാനാ, അവനക്ക് വീൽ ചെയറിലല്ലേ പോകാൻ പറ്റുള്ളൂ, ആ മാർക്കോ എന്തിനായിരിക്കും അവനെ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവനെങ്ങാനും നടന്നു തുടങ്ങിയിട്ടുണ്ടാവും അമ്മയെന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ലടാ അതൊരിക്കലും സംഭവിക്കില്ല, അവൾക്ക് ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ കൊടുത്താലും ആ ഒരു അനുഗ്രഹം മാത്രം കിട്ടില്ല, അവളുടെ കെട്ടിയവൻ എന്നും ആ വീൽ ചെയറിൽ തന്നെയായിരിക്കും, വീൽ ചെയറിലായിട്ട് അവനക്ക് രാജാവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ പോലെ അവനക്ക് നടക്കാനൊന്നും ഒരിക്കലും കഴിയില്ല. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനി അവൻ നടക്കുമെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കർണമോള് പിന്നെ ജീവനോടുകൂടി ഇരിക്കില്ല, ഇപ്പം തന്നെ മോള് സമാധാനിച്ച് നിൽക്കുന്നത് അവൻ നടക്കൂലല്ലോ, വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനാണല്ലോ ലക്ഷ്മിയുടെ കെട്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ണീനെ പോലെ തന്നെ എഴുന്നേറ്റ് നടന്നാൽ അവരുടെ മുന്നിൽ ജയിച്ച് നിൽക്കാൻ വേണ്ടി മോക്കടെ മുമ്പിൽ ഒരു കാരണവും ഇല്ലാത്തതുകൊണ്ട് തന്നെ മോള് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊരിക്കലും സംഭവിക്കില്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അവന് ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല എന്ന്. ഇതേസമയം നമ്മളുടെ കണ്ണനും മാർക്കോയും അമ്പലത്തിൽ തൊഴുതിട്ട് പോരുന്ന സമയത്ത് കണ്ണൻ മാർക്കോയോട് ചോദിക്കുന്നുണ്ട്, എനിക്കും മഹിക്കും ഒരു സംശയമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരമ്മയെ കാണാറുണ്ട്, അത് രണ്ടും ഒരമ്മയാണോന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പല പ്രാവശ്യം ഞങ്ങളത് അറിയാൻ വേണ്ടിയിട്ട് ആ അമ്മയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്തിരുന്നു, എൻ്റെ ഒപ്പം അമ്മ നിൽക്കുന്നത് എടുത്തിരുന്നു, അതുപോലെ മഹിയുടെ ഒപ്പം നിൽക്കുന്നത് എടുത്തു, പക്ഷേ വീട്ടിൽ വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ അമ്മ നിൽക്കുന്ന ഭാഗം ശൂന്യമായിട്ടാണ് കണ്ടേക്കണം. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആ അമ്മയ്ക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന്, അതുപോലെ തന്നെ മാർക്കോയ്ക്കും അതുപോലെ ഒരു ശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കണം. എന്തായാലും ഞങ്ങൾക്ക് എപ്പോൾ ആപത്ത് സംഭവിച്ചാലും മാർക്കോ അവിടെ ഓടിയെത്തുന്നുണ്ട്, അതെങ്ങനെ മാർക്കോയ്ക്ക് അറിയാൻ പറ്റണേന്ന് ചോദിക്കുമ്പം മാർക്ക് പറയുന്നുണ്ട്, അതൊക്കെ ഒരു നിയോഗമാണ് കണ്ണൻ സാറേ, കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും എന്താ ആപത്ത് സംഭവിച്ചാലും എനിക്ക് മുന്നറിയിപ്പ് കിട്ടാറുണ്ട്, അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ആ ഒരു അമ്മ കൊടുത്ത ആ വേല് കണ്ണനെ മാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മുരുകൻ്റെ വേലാണ്, ഇത് കയ്യിലുള്ളിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എനിക്കത് അറിയാൻ പറ്റും, അതുപോലെ എൻ്റെ സഹായം വേണ്ടവരുടെ അടുത്തേക്ക് ഓടിയെത്താനും എനിക്ക് സാധിക്കും, അതാ എനിക്ക് മനസ്സിലാവാത്ത, ഇതൊക്കെ എങ്ങനെയാണ് നടക്കണേ മാർക്കോ എന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പോൾ കണ്ണൻ സാർ ആലോചിക്കേണ്ട, എന്തായാലും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവൻ ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, മാർക്കോയും ഈ ഒരു അമ്മയെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പം മാർക്കോ ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് മനസ്സിലാവുന്നുണ്ട് മാർക്കോയുടെ മുന്നിലും ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ ഇവർ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ദുർഗയും കരുണയും ഉണ്ണിയും കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ മാർക്കോയ്ക്കൊപ്പം കണ്ണൻട്ടൻ പോയത് എങ്ങനെയാണ്, കണ്ണേട്ടനക്ക് വീൽ ചെയറിലല്ലേ നടക്കാൻ പറ്റുള്ളൂ, ഇനിയിപ്പോൾ അയാൾക്ക് എങ്ങാനും നടക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ അമ്മയെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എനിക്കും സംശയമുണ്ടാ, ഒരു ഫലം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൻ ആ തോമസ് ഡോക്ടറിൻ്റെ ആസ്പത്രിയിലേക്ക് പോവില്ലല്ലോ, ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നാലും അവർ നമ്മളെ അറിയിക്കൂല, ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലാത്തതുപോലെ അയാൾ അഭിനയിക്കണയാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം അതിലും എനിക്ക് സംശയമുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അയാളുടെ കാലുകൾ രണ്ടും ചലിക്കുന്നത് ഞാനൊരു ദിവസം കണ്ടതാണ്, നിങ്ങളോട് പറഞ്ഞപ്പം നിങ്ങൾ പറഞ്ഞത് അത് തോന്നിയതാണെന്നല്ലേ. അപ്പം ഉണ്ണി പറയുന്നുണ്ട്, നീ പറഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും അയാളുടെ കാലുകൾ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ അയാളുടെ കാല് ഒരിക്കലും അനങ്ങി ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് നമ്മളുടെ ദുർഗയും പറയുന്നുണ്ട്, അത് നേരാടാ, എന്തായാലും മേഘനും കണ്ടു എന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി അതവർ രഹസ്യമാക്കി വെച്ചേക്കണായിരിക്കും, എന്തായാലും ഈ പ്രാവശ്യം മലയ്ക്ക് പോയിട്ട് കണ്ണൻ തിരിച്ചു വരാനൊന്നും സാധ്യതയില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും മേഘേട്ടൻ ചെയ്തിട്ടുണ്ട്, അയാളെ അവിടെ വെച്ച് തന്നെ തീർത്ത് കളയാനാണ് മേഘേട്ടൻ്റെ പ്ലാൻ, അതുമാത്രമല്ല ആ സാഗറിനെയും തീർത്ത് കളയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാഗറും കണ്ണേട്ടനും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിന് സഹായത്തിന് ആരും ഉണ്ടാവില്ല, അപ്പം മഞ്ജു സ്വാഭാവികമായിട്ടും മേഘേട്ടൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, മഞ്ജുവിന് മേഘേട്ടനെ അത്രയ്ക്കും വെറുപ്പാണ്, അതിന് കാരണവുമുണ്ട്, മേഘേട്ടൻ ആ മാതിരി ചതിയല്ലേ മഞ്ജുവിനോട് ചെയ്തതെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അങ്ങനെ ആണുങ്ങൾ പലതും ചെയ്തു എന്നിരിക്കും എന്ന് വിചാരിച്ച് പെണ്ണുങ്ങൾ ആണുങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ ചെയ്യണേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, കരുണമോളായിരുന്നെങ്കിൽ ഉണ്ണി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമായിരുന്നു എന്ന്. ആ സമയത്ത് കരുണയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എങ്ങാനും എന്നോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ണിയേട്ടൻ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്ന്. അത് കേട്ടത് നമ്മളുടെ ഉണ്ണിയും ദുർഗയും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് കരുണയുടെ ആ സംസാര രീതി കേട്ടിട്ട്. അവരങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ്റെ കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, കണ്ണൻ വന്നു എന്ന് തോന്നണമെന്ന് പറയുമ്പം വേഗം തന്നെ കണ്ണനും മാർക്കോയും മഹാലക്ഷ്മിയും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. മാർക്കോയെ കണ്ടതും നമ്മളുടെ ദുർഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണൻ്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണൻ നല്ലോണം നാണം കെടുത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് ദുർഗയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോനെ അമ്പലത്തിൽ പോയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നീ ഈ വീൽ ചെയറിൽ എങ്ങനെയാണ് അമ്പലത്തിൽ പോയെന്ന് ചോദിക്കുമ്പോൾ
ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്നും കയറിയില്ല, പുറത്ത് നിന്ന് തന്നെ പ്രാർത്ഥിച്ചോളൂ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാനാണെങ്കിൽ പിന്നെ നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെയെന്ന്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മാർക്കോയെ ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയിക്കോട്ടെ കണ്ണൻ സാറേ എന്ന് ചോദിക്കുമ്പം ആ പോയിക്കോ മാർക്കോ. അങ്ങനെ മാർക്കോ അങ്ങോട്ട് പോകുന്നുണ്ട്. മാർക്കോ പോയി കഴിഞ്ഞതും വീണ്ടും ഈ ദുർഗ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ നാളെ മലയ്ക്ക് പോകുമ്പം എങ്ങനെ അവിടെ എത്താനാ? അല്ലെങ്കിൽ തന്നെ ഭയങ്കര തിരക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് നീ ഈ കാലുമില്ലാതെ എങ്ങനെ എത്തുമെന്ന് ചോദിക്കുമ്പം ഞാൻ അവിടെ എത്തണമെന്ന് അയ്യപ്പൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ എത്തും. അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ഇനിയിപ്പോൾ അമ്മയുടെ പേടി ഞാൻ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമെന്ന് ഓർത്തായിരിക്കും. അമ്മ സംശയിക്കണ്ട, ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നീ എന്താടാ മോനെ അങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരരുതെന്നല്ലേ ഇവിടെ കുറേ പേര് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാമെന്ന്. ഇതേ സമയം ഒരു ബൈക്ക് വരുന്ന സൗണ്ട് കേട്ടിട്ട് ദുർഗ ഇതിപ്പോൾ ആരായിരിക്കും ബൈക്കിൽ വന്നതെന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മളുടെ മഞ്ജുവും സാഹറും കൂടി അങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ അവരെ കണ്ടതും ദുർഗ വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനെ കണ്ടതും, എങ്ങനെയുണ്ട് മോളെ, മോൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു, എൻ്റെ ആ കുഞ്ഞ് പോയി എന്ന് പറയുന്നു. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ദുർഗയുടെ മുഖത്തേക്ക് തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർഗയുടെ മുഖത്തെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ മഞ്ജുവിന് ദുർഗയോട് ഭയങ്കര വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിലും മഞ്ജു ഒന്നും പറയുന്നില്ല. പിന്നീട് ദുർഗ, മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചോ, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റി, എന്നാലും അത് വലിയൊരു നഷ്ടമായിപ്പോയല്ലോ മോളെ, എന്തായാലും എനിക്ക് സാഗറിനോട് താല്പര്യമില്ലെങ്കിലും നിൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളുടെ സാഹിർ ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നതും ദുർഗയ്ക്ക് ദേഷ്യം വന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, നീ ഇതെങ്ങോട്ടാടാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ണസാറിനെ ഒന്ന് കാണാനാന്ന് പറയണം. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഇവളും കൂടി കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് നിന്നെയും കൂടി കയറ്റുമൊന്നുമില്ല, നിനക്കിവിടെ കയറാനുള്ള യോഗ്യതയും ഇല്ല എന്ന്. ഈ സമയത്ത് കണ്ണൻ പുറത്തുനിന്നുള്ള സംസാരം കേട്ട് വെളിയിലോട്ട് ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ സാഗറും മഞ്ജു നിൽക്കണം കാണുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോടും സാഗറിനോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വന്നിട്ട് അവിടെ തന്നെ നിന്ന് അകത്തേക്ക് കയറുകയെന്ന്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, അമ്മ സാഗരേട്ടനോട് വീട്ടിലോട്ട് കയറണ്ടെന്നാണ് പറഞ്ഞതെന്ന്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ പറയണത് കേട്ട് അവിടെ നിൽക്കാൻ, ഇത് അമ്മയുടെ വീടൊന്നുമല്ല, ഇത് എൻ്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ കയറി വരാം, എനിക്ക് ഇഷ്ടമില്ലാത്തവരെ മാത്രമേ ഇവിടെ കയറ്റൂലാത്തുള്ളൂ, അല്ലാതെ നിൻ്റെ അമ്മയുടെ വാക്കിനൊന്നും ഇവിടെ ഒരു വിലയില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറി പോരെയെന്ന്. ഈ സമയത്ത് നമ്മളുടെ ദുർഗയ്ക്കും കരുണയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നെ കണ്ണനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ, കണ്ണൻ്റെ വീട്ടിലേക്ക് ആരെയും കയറ്റാൻ പറ്റില്ല എന്ന് പറയണേ എങ്ങനെയാണെന്ന് ഓർത്ത് അവരിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സാഗറും മഞ്ജുവും അകത്തേക്ക് കയറി പോയതിന് ശേഷം കരുണ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ടമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇയാളും അവളും കൂടി ഇവരെ വീട്ടിലേക്ക് കയറ്റുമെന്ന്, ഇപ്പം അവരെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിപ്പം അമ്മക്ക് തടയാൻ പറ്റുമോ? അതെന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് ഇവിടെ യാതൊരു അധികാരവും അവകാശവും ഇല്ലാത്തത് കൊണ്ടല്ലേ? ഇങ്ങനെ ജീവിക്കണേക്കാളും ഭേദം വല്ലയിടത്തും പോയി ചത്തുകൂടെ അമ്മയെന്ന് ചോദിക്കണം. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ കരുണയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം വന്നേക്കുന്നത് ദുർഗയുടെ സ്വന്തം മോളല്ലേ, ആ മോളെ ഇവിടെ കയറ്റരുതെന്ന് ഇവള് പറയുമ്പം അത് ദുർഗയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റണില്ല. പക്ഷേ കരുണയെ വെറുപ്പിച്ചാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ദുർഗ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് പോയ മഞ്ജുവും സാഗറും കൂടെ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നാളത്തെ പ്രോഗ്രാം എങ്ങനെയാണ്, നമ്മൾ രാവിലെ തന്നെ പുറപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പം കർണൻ പറയുന്നുണ്ട്, ആ രാവിലെ തന്നെ പുറപ്പെടണമെന്നാണ് മാർക്കോ പറഞ്ഞേക്കണേ, എന്തായാലും സാഗർ പോയി കഴിയുമ്പോൾ നീ അവിടെ ഒറ്റയ്ക്കാവില്ലേ, അതുകൊണ്ട് നീ ഇവിടെ വന്ന് നിന്നോ എന്ന് പറയുന്നത്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, അത് വേണോ കണ്ണേട്ടാ, അതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പം, എന്തുകൊണ്ടാണ് ശരിയാവില്ലാത്ത, നിൻ്റെ അമ്മയും ആങ്ങളെയല്ലേ ഇവിടെ ഉള്ളത്, നീ ഇവിടെ വന്ന് നിന്നു, അപ്പോൾ ഏടത്തി ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മഹി ഞാൻ മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഇങ്ങോട്ട് വരുള്ളൂ, മഹി അനന്തുവിൻ്റെ വീട്ടിലായിരിക്കും, ഇവിടെ മഹീനെ നിർത്തിയിട്ട് പോകാൻ എനിക്കത്ര വിശ്വാസമൊന്നുമില്ലാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതെന്താ കണ്ണേട്ടാ, ഞാനിവിടെ ഉള്ളപ്പം ഏടത്തിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും ശരിയാവില്ല മഞ്ജു, മഹിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി ചുറ്റിനും ആളുള്ളപ്പോൾ മഹി അവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട്, അച്ഛാ ആ കണ്ണൻ്റെ കാര്യത്തിൽ നാളത്തോടുകൂടി തീരുമാനമാവും, മലയ്ക്ക് പോകുന്ന അവൻ ഒരിക്കലും ജീവനോടുകൂടി തിരിച്ചു വരില്ല, അവൻ മാത്രമല്ല ആ മാർക്കോയും സാഗറും ഒന്നും തിരിച്ചു വരില്ല, അവന്മാരെ 3 പേരെയും തീർത്ത് കളയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നാൽ സീമന്തിന് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ കണ്ണനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇനി സ്വാതിയുടെ കല്യാണം എങ്ങനെ നടത്തും? ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ബുദ്ധിയൊന്നുമില്ലേ, കണ്ണൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കമലേശ്വരത്തെ സ്വത്ത് നമുക്കുള്ളതല്ലേന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊരു മണ്ടത്തരാടാ മേഘായി പറയണേ, കണ്ണൻ മരിച്ചു എന്ന് വിചാരിച്ച് കമലേശ്വരത്തെ സ്വത്ത് നിനക്ക് കിട്ടണമെങ്കിൽ അത് മഞ്ജുവിനും ഉണ്ണിക്കും ദുർഗയ്ക്കും അല്ലേ കിട്ടുള്ളൂ. ആ സമയം മേഘനാഥൻ പറയുന്നുണ്ട്, സാഗറും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിന് വേറെ ആശ്രയത്തിന് ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ മഞ്ജു എൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് വീഴും, അപ്പോൾ പിന്നെ അവിടുത്തെ സ്വത്തുക്കൾ എനിക്കല്ലാതെ വേറെ ആർക്കാ അച്ഛാ കിട്ടണേന്ന്. ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട്, അതൊന്നും നടക്കണ കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല, ഇനിയിപ്പോൾ സാഗർ മരിച്ചാലും മഞ്ജു നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊന്നും നിനക്ക് വേണ്ട, അവൾ നിന്നെ അത്രയ്ക്കും വെറുത്തുപോയി, കാരണം വേറെ ഒന്നുമല്ല, ചെറുതിലേ മുതലേ നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടേ നടന്നവളാ മഞ്ജു, എന്നിട്ട് നീ എന്താ അവളോട് ചെയ്തത്,
വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഒരുത്തിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. അതറിഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണ് ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് വരുവാടാ. അതുകൊണ്ട് തന്നെ നിന്നെ ഉപേക്ഷിച്ച് അവൾ ആ സാഗറിൻ്റെ കൂടെ പോയെന്ന്. അത് കേട്ടതും മേഘനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വാമദേവനോടും സീമന്തിനോടും ഒച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.